ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ നിങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പായിട്ട് ഇന്നലെ രാത്രി ഞാൻ പേളിമാണിയുടെ വൈറലായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് അത് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അതുപോലെ തന്നെ പേളിമാണി തന്നെ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് കമന്റും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും അതൊന്ന് നോക്കാം. അപ്പൊ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമുക്കിത് സിമ്പിൾ ആണ് കേട്ടോ ഉണ്ടാക്കാൻ. കാരണം നമുക്ക് ഒരുപാട് പരത്തി മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒറ്റ പരത്തലിൽ തന്നെ നമുക്ക് സ്നാക്സ് മൊത്തം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഉണ്ടാവുക. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാ ഈസ്റ്റ് ആണെങ്കിൽ പൊങ്ങാൻ വെച്ചതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടെയും ഒന്ന് മുട്ട ഇതൊക്കെ ഒന്ന് പിടിക്കണം. അപ്പൊ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പൊ വെള്ളത്തിന്റെ ചൂട് കൂടി പോരുത്. അപ്പൊ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. അപ്പൊ നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത ചൂടുണ്ടല്ലോ, അപ്പൊ അത്രയും മതി. അപ്പൊ അത് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം ഇളം ചൂടുള്ള പാല് വേണമെങ്കിലും കുഴച്ചെടുക്കാം. അപ്പൊ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഒരു കുറച്ച് നേരം ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പൊ നന്നായിട്ട് ഇതേ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് പൊങ്ങാൻ വെക്കണം. അതിന് മുമ്പായിട്ട് ഇതിന്റെ മേലെയും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ട് എല്ലാവരുടെയും ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സൈഡിലേക്കും നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വെക്കുകയാണ്. ഇവിടെ 1 മണിക്കൂർ മതി. ചില സ്ഥലത്ത് ചിലപ്പോൾ 1-2 മണിക്കൂർ എടുക്കും പൊങ്ങി വരാനായിട്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്നിട്ടുണ്ട്. നല്ലപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെയാണ് പരത്തുന്നത്, അല്ലാതെ ഹാഫ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് നിങ്ങൾ ഒരുപാട് കട്ടിയിൽ പരത്തരുത്. അതുപോലെ തന്നെ ഒത്തിരി അങ്ങോട്ട് തിന്നും ആക്കണ്ട. നമുക്കിത് പരത്തി കഴിഞ്ഞ് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മൾ നന്നായി പരത്തിയെടുക്കുക. പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു ഷേപ്പിൽ. എന്നിട്ട് നമ്മൾ ഇതിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അടിയിൽ അത്യാവശ്യം പൊടി ഇട്ടിട്ടുണ്ടാവണം കേട്ടോ, എന്നാലേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിക്കൈ വരുന്നുണ്ട് കേട്ടോ. ഞാനിത് പരത്തുന്ന കണ്ടിട്ട് അവൻ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് കേട്ടോ, പൊന്നൂസ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവൻ പോയി. അപ്പൊ ഞാൻ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതിന്റെ അടിവശമാണ് നമുക്ക് മസാലയൊക്കെ വെക്കാൻ വേണ്ടത്. അപ്പൊ നമുക്കിത് എടുക്കാം. ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എല്ലാ സൈഡും ഒന്ന് വിട്ടൊന്ന് എടുപ്പിച്ചാൽ മതി. നന്നായിട്ട് അടിവശം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഇത് എടുത്തിട്ട് ഞാനിത് ഇനിയിപ്പോ ഒരു പലകയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ അതിലേക്ക് മാറ്റിയാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാനൊന്ന് മാറ്റിയിടാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ നടുക്കായിട്ട് മയണൈസ് വെച്ച് കൊടുക്കാം. ഈ സ്നാക്കിന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിക്കേ, പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിന്റെ മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു വേർഷൻ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഒത്തിരി നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പൊ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം പീസും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ആണ്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ. അത് ചെറിയ പീസായിട്ട് കൈ വെച്ചിട്ടൊന്ന് നുള്ളിയിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പോലെ ചിക്കൻ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് കഴിക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക.
അപ്പോൾ ഏകദേശം ഒരു 4 പീസൊക്കെ ഞാൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ നമുക്ക് കുറച്ചും കൂടെ മയണൈസ് ആക്കി കൊടുക്കാം. മയണൈസ് എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള മയണൈസ് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ ലൂസ് ആയിക്കാൻ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മേലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒരു സൈഡിലേക്ക് നന്നായിട്ട് ഇതുപോലെ വലിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയില്ലാതെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒരു സ്പൂൺ എണ്ണയൊക്കെ നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് ഇതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ഒട്ടിച്ചെടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് മേലെ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് പുറത്തൊക്കെ വന്നെന്നിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഉള്ളിലേക്ക് അതങ്ങ് തള്ളി കയറ്റിയാൽ മതി. എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ. കാരണം വല്ലാണ്ട് മസാല പുറത്ത് ഇടങ്ങാറാവൊന്നുമില്ല. നമ്മൾ ഉള്ളിൽ മയണൈസ് ഒക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റിക്കായിട്ട് അങ്ങ് ഇരുന്നോളൂ. അപ്പം നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് ഇത്രയും പീസാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണം, വെച്ചാൽ വേവാൻ കുറച്ച് സമയം വേണം. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടിയില്ല. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും പണിയുടെ ഇടയ്ക്ക് വന്ന് മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ ഞാൻ ചെറിയൊരു തവ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അടി പെട്ടെന്ന് കരിയാണ്ടിരിക്കാനാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ വേവിക്കുമ്പോൾ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ഇനി എല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് വേവിക്കും കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ അടിയിലത്തെ തവ എടുത്ത് മാറ്റും. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി മാത്രമേ അടിയിൽ തവ വെക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നെ തവ ഇല്ലാണ്ട് നമ്മൾ പിന്നെ ഒന്ന് 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ ദേ ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അടിയിലത്തെ തവയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തവ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടി ഒന്ന് നല്ല കളർ ആവുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വേവോ എന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട. നല്ല കിടുക്കനായിട്ട് വെന്ത് കിട്ടും. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ള മാവല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ 2 സൈഡും കുറച്ച് നേരം ഒന്ന് വെച്ച് വേവിച്ചാൽ മതി. നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണ അതിൻ്റെ മേലെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എണ്ണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ടൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരു കിടുക്കനായിട്ടുള്ള സ്നാക്കാന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിൽ നല്ല ബണ്ണ് മാതിരി നല്ല പഞ്ഞിയായിട്ടാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങും ഒക്കെ കൂടി വരുമ്പോൾ ഒരു കിട്ടു ടേസ്റ്റാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേളിമാണിയുടെ വീഡിയോ കാണാത്തവർ ഒന്ന് കമൻറ്റിൽ പോയിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.